ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സോളിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് സാധാരണ ഒരു പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സോൾഡറിംഗ് അയൺ ഉണ്ടാക്കാമെന്നാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പെൻസിൽ, പിന്നെ ഒരു മൊബൈൽ ചാർജറും ഒരു ചാർജിങ് കേബിളും മാത്രമാണ് അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഏകദേശം ഈ നീളത്തിൽ പെൻസിലിൻ്റെ പുറത്ത് വുഡ് കോട്ടിങ് റിമൂവ് ചെയ്യുക. നമുക്ക് അടുത്ത ഗ്രാഫൈറ്റ്, അതിൻ്റെ അകത്തുള്ള ഗ്രാഫൈറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ആ ഗ്രാഫൈറ്റ് കാണത്തക്ക രീതിയിൽ അതിൻ്റെ പുറത്തെ ഇൻസുലേഷൻ മുഴുവൻ നിങ്ങൾ റിമൂവ് ചെയ്യുക. ഒരു നല്ല മൂർച്ചയുള്ള നൈഫ് യൂസ് ചെയ്തിട്ട് ഫുള്ള് റിമൂവ് ചെയ്യുക. ഓക്കെ, ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്രാഫൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. ആ പുറത്തുള്ള ആ വുഡ് കോട്ടിങ് ഫുള്ള് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് റിമൂവ് ചെയ്ത ശേഷം ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഗ്രാഫൈറ്റിൻ്റെ റോഡ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് 2 ഗ്രൂവ്സ് ഉണ്ടാക്കുക. അതായത് നമുക്ക് വയറിവിടെ ചുറ്റാനുള്ള രീതിയിൽ ചെറിയ 2 ഗ്രൂവുകൾ ഉണ്ടാക്കുക. ഒരു ഗ്രൂ അതിൻ്റെ ടിപ്പിൽ, അതായത് ഈ കാണുന്ന സ്ഥലത്ത് ചെറിയൊരു ഗ്രൂ ഉണ്ടാക്കുക. രണ്ടാമത്തെ ഗ്രൂ അതിൻ്റെ നേരെ പുറകിലായിട്ട്, അതായത് ആ വുഡ് എൻഡ് ചെയ്തിരിക്കുന്ന പോയിന്റിലായിട്ട് ഒരു ചെറിയ ഗ്രൂവും കൂടി ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ 2 ഗ്രൂ നമ്മുടെ ഗ്രാഫൈറ്റ് റോഡിൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം, ഇത്രയും ക്ലിയർ ആയിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ വയർ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോപ്പറിൻ്റെ സ്ട്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇൻസുലേഷൻ കളഞ്ഞിട്ട് കോപ്പറിൻ്റെ സ്ട്രാൻഡുകൾ എടുക്കണം. നമുക്ക് 4 എണ്ണം വീതമുള്ള ചെറിയ ചെറിയ പീസുകളാണ് വേണ്ടത്. ഇപ്പം ഞാൻ 4 എണ്ണത്തിൻ്റെ ഒരു പീസ് എടുക്കുന്നു. എന്നിട്ട് അത് നല്ലപോലെ പിരിച്ച് ഒറ്റ ഇതാക്കി മാറ്റുക. നല്ലപോലെ പിരിച്ചെടുക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഒറ്റ വയർ പോലെ നമുക്ക് കിട്ടും. ആ വയർ പീസ് അതിൽ നിന്ന് റിമൂവ് എടുക്കുക. അങ്ങനത്തെ 2 പീസുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കാണാം 2 പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഗ്രൂവിലേക്ക് നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. ശ്രദ്ധിക്കണം, നല്ല ടൈറ്റ് ആയിരിക്കണം. കാര്യം ഇത് ചൂടാവുന്നൊരു മെറ്റീരിയലാണ്. സോ നല്ല ടൈറ്റായിട്ട് തന്നെ അത് ചുറ്റിയെടുക്കുക. ഫസ്റ്റ് ഗ്രൂവിൽ നമ്മൾ ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഗ്രൂവിലും ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗ്രൂവിൽ 2 നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത വയർ ചുറ്റിയെടുത്തിട്ട് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ പെൻസിലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പവർ കൊടുക്കണ്ടേ, എന്നാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ പവർ കൊടുക്കാനായിട്ട് നമ്മൾ മൊബൈലിൻ്റെ ചാർജിങ് കേബിൾ, നമ്മൾ മൊബൈൽ ചാർജിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ എടുക്കുക. അതിൻ്റെ മൊബൈലോട്ട് കണക്ട് ചെയ്യുന്ന എൻഡിലെ 2 വയർ കട്ട് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ വയറുകളിലേക്ക് അത് പിരിച്ചു കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പ്രശ്നമല്ല, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആ മൊബൈലിൻ്റെ ആ കേബിളിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്ന 2 വയറും നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, അതായത് ഗ്രാഫൈറ്റിൻ്റെ ടിപ്പിലെ 2 വയറുകളിലേക്ക് യഥാക്രമം പിരിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഇളകിപ്പോണ ഒരു രീതിയിലായിരിക്കും. ഇത് ഇളകിപ്പോകാതിരിക്കാൻ നമ്മുടെ പെൻസിലിൻ്റെ ആ തടി കോട്ടിങ്ങും നമ്മുടെ വയറും കൂടി നല്ല രീതിയിൽ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, 2 ടേപ്പ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 ടേപ്പ്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ടേപ്പിൻ്റെ കോട്ടിങ് കൊടുക്കാം. അങ്ങനെ ടേപ്പ് അടിച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അനക്കിയാലൊന്നും വയറിൻ്റെ കണക്ഷൻ വിട്ടു പോരത്തില്ല. ഓക്കെ, നമ്മുടെ സോൾഡറിംഗ് അയണിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. വർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ചാർജർ എടുക്കുക. ഏതെങ്കിലും ഒരു ചാർജർ മതി. അപ്പോൾ ആ ചാർജറിൻ്റെ USB സോക്കറ്റിലോട്ട് നമ്മുടെ സോൾഡറിംഗ് അയൺ പ്ലഗ് ചെയ്തു. കാര്യം നമ്മുടെ അയണിന് വർക്കിങ്ങിന് ആവശ്യം 5 വോൾട്ട് ആണ്. അതുകൊണ്ട് നമ്മളൊരു മൊബൈൽ ചാർജർ യൂസ് ചെയ്തു. സോ ചാർജർ നമ്മൾ പ്ലഗ് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ചൂടായി വരാൻ ഏകദേശം ഒരു 20 സെക്കൻഡ് സമയത്തോളം എടുക്കും. ഫസ്റ്റ് ടൈം ചൂടായി വരാനായിട്ട് നമുക്ക് ചെറുതായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ചൂടായി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോൾഡറിങ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 20 സെക്കൻഡ് സമയം മാത്രമേ എടുത്തുള്ളൂ അത് ചൂടായി വരാനായിട്ട്. വളരെ ഫാസ്റ്റാണ്, നല്ല വൃത്തിയായിട്ട് തന്നെ ലെഡ് ഉരുകുന്നുണ്ട്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാനായിട്ട് ടെക്സോളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.